ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് തുടങ്ങാം. കമോൺ. മറ്റൊന്നുമല്ല, അല്ല ഇതാരാ? മനസ്സിലായില്ല ആരാ? എന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. പറഞ്ഞോ, കുഴപ്പമില്ല. എന്താ പറയാ റിലേഷൻഷിപ്പിനെ പറ്റി? പറ മക്കളെ, പറ. ഞാൻ തിരിച്ചറിയുന്ന ഒരു സത്യം എന്താന്ന് വെച്ചാ യു ആർ ഗേ. അല്ല സോറി, വേറെ എന്തെങ്കിലും ആണോ? ഞാൻ ഇടയിൽ കയറി ഇടപെടുന്നില്ല. പറ, എന്താന്ന് വെച്ചാ പറ. സോറി. നമുക്ക് എന്ത് നഷ്ടപ്പെട്ടതോ അത് മറ്റൊരാൾ കാരണമല്ല. അല്ല പിന്നെ നമുക്ക് എന്ത് നഷ്ടപ്പെടുന്നതും അത് നമ്മൾ കാരണം. അതെ, അത് നമ്മളെ കാരണമാണ്. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഒരു 2 പവന്റെ മാല ഇട്ടിട്ട് ഇപ്പൊ പുറത്തോട്ട് പോകുമ്പോൾ ഒരു കള്ളം വന്നത് തട്ടിപ്പറിച്ച് മോട്ടിച്ചോണ്ട് പോയി. അത് നമ്മളെ കാരണമാ, അല്ലാതെ കള്ളന്റെ കഴപ്പല്ല. അല്ലയോടാ? അപരാധ വചനം പേജ് നമ്പർ 29. ഇവനാണ് പഠിപ്പിക്കുന്നത്. അയച്ചു പാടാ. എനിക്ക് 3 വർഷം മുമ്പ് എനിക്കൊരു റിലേഷൻഷിപ്പ് എന്റെ ലൈഫിൽ ഉണ്ടായി. കേൾക്കാൻ ക്യൂരിയോസിറ്റി. പറ. ഞാൻ ആ വ്യക്തി എന്നെ വളരെ യാദൃശികമായിട്ട് ഫേസ്ബുക്കിൽ ഞങ്ങൾ പരിചയപ്പെട്ടു. വളരെ യാദൃശികമായിട്ടൊക്കെ കണ്ടുപിട്ടി. താൻ പോലും അറിയാതെ തന്റെ കൈകളുടെ വിരലുകൾ പോയി അദ്ദേഹത്തിന്റെ റിക്വസ്റ്റിൽ പോയി അങ്ങ് ഞെക്കി. അതെ. അങ്ങനെ പറയാത്തത് ഭാഗ്യം. അങ്ങ് കണ്ടു, ഇഷ്ടപ്പെട്ടു, റിക്വസ്റ്റ് കൊടുത്തു, അങ്ങ് തെറ്റായെന്നൊക്കെ പറയടാവൂയ. ചുമ്മാണെന്ന് കളിക്കാതെ. അവന്റെ യാദൃശികമായിട്ടുള്ള പരിചയപ്പെടല്ലോ. പിന്നെ നമുക്കൊന്നും അറിഞ്ഞൂടല്ലോ. നമ്മൾ പിന്നെ കൊച്ചിലുള്ള പുള്ളയാണല്ലോ. പിന്നെ ഞാൻ എന്റെ വിഷമങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആളോട് പറഞ്ഞു. ആള് ഓക്കെ ആയിരുന്നു. അതും യാദൃശികമായിട്ടായിരിക്കും വിഷമങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോ. ഭയങ്കര അക്സെപ്റ്റൻസ് ഉള്ള ഒരാളാണ്. ഭയങ്കര സ്വീറ്റ് ആണ്. വെരി സ്വീറ്റ് ഗൈ, വെരി ഗുഡ് ലിസണർ. അതെന്താ ഇപ്പൊ പറഞ്ഞേ? അതെന്താ ഒന്നുകൂടി പറഞ്ഞേ. വെരി സ്വീറ്റ് ഗൈ, ഷീസ് വെരി സ്വീറ്റ് ഗായ. നീ ഇതെന്തോന്ന് സ്ത്രീലിംഗവും പുല്ലിംഗവും കൂടി ഒരുമിച്ച് കൊളാ പഠിക്കുന്ന എന്ത് തേങ്ങയാണ് പറയുന്നേ? ഒന്നിനും വേണ്ടിയിട്ടല്ല അയാൾ എന്നെ കെയർ ചെയ്തതും സ്നേഹിച്ചതും. നിന്നെ നോക്കിയത് ഒന്നിനും വേണ്ടിയല്ലെന്ന് പറയാൻ വേണ്ടി നിനക്ക് എന്തോന്നടാ ഇരിക്കുന്നത്? എന്തോന്ന് മിസ്യൂസ് ചെയ്യാനാണ് നീ? അത് പറ. നിന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നീ എന്തോന്ന് പവർ ബാങ്കാ? നിനക്ക് ചാർജിംഗ് പോർട്ട് വല്ലതും ഉണ്ടാ? കണക്ഷൻ എടുക്കാൻ കൊച്ചല്ലേ? അതോ ഒന്നുമില്ല, നീ പറ. ആൾ ഓൾറെഡി മാരീഡ് ആണ്. അങ്ങനെ പറ. ആളുടെ വൈഫ് പ്രഗ്നന്റ് ആവുമ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനൊരു വികാര ജീവിയാണ്. ആളുടെ വൈഫ് പ്രഗ്നന്റ് ആകുമ്പോഴാണ് പരിചയപ്പെടുന്നത്. അപ്പൊ നീ നോക്കിയത് ചെറുക്കനായിരുന്നു. അപ്പൊ ഇതിൽ നീ പെണ്ണാണ് ചെറുക്കൻ, അതോ അതാണ് ചെറുക്കൻ, അതോ പെണ്ണ് ഭാര്യ പ്രഗ്നന്റ്? ഇതിൽ നീയാണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഇതാവുമ്പോ നീയാണോ പ്രഗ്നന്റ് ആവുന്നത്, അതോ അവനാ? എന്താ പറയുന്നത്? മനസ്സിലാവുന്നില്ല. ഞാൻ ഒരിക്കലും അവരുടെ ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഞാൻ ചിന്തിച്ചില്ല. അവന്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് അവൻ ചിന്തിച്ചില്ലെന്ന് പോലും. അതിന് ആദ്യമേ നീ ഒരു ഭാര്യ ആയിരിക്കണം, അല്ലെങ്കിൽ നീ ഒരു സ്ത്രീ ആയിരിക്കണം. നിനക്ക് പ്രസവിക്കാൻ പറ്റുമോ? ആ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് നിനക്കത് ചിന്തിക്കുമ്പോ നീ എന്തോ ചിന്തിക്കും? അയ്യോ, ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ എന്റെ ഹസ്ബൻഡ് ഇതുപോലെ കാണിക്കുന്നു നീ ചിന്തിക്കോ? അതിന് നീ പ്രസവിക്കോടാ ചെറുക്ക. നീ എന്തോന്നാണ് വിചാരിച്ച ഈ പ്രഗ്നന്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തോന്ന് ഫോണിൽ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുന്ന കാണുന്ന? നീ നിന്റെ ബോഡി എടുത്ത് അപ്ഡേറ്റ് ചെയ്യും, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നീ ഒന്ന് പ്രസവിക്കുന്നു വിചാരിച്ചാ? ഏതോ ഒരു പാവപ്പെട്ട ഭാര്യ പ്രഗ്നന്റ് ആയി ആ ഭാര്യയുടെ ഭർത്താവിനെ അടിച്ചോണ്ട് പോയി അവർ തമ്മിൽ എന്തോ ഡിങ്കോൾഫി നടന്ന കാര്യം. അതിലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് റൊമാൻറ്റിക് പാട്ട് ഇട്ടിട്ട് അവ അവിഹിതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തും മെസ്സേജ് ഈ സമൂഹത്തിന് കൊടുക്കുന്ന പിള്ളേര് പഴിച്ചു പോലെ ഇതൊക്കെ കേട്ടാ.